Hello dears, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് SLC മോഡൽ എക്സാമിനേഷൻ ഫെബ്രുവരി 2024 സോഷ്യൽ സയൻസ് ആണ് കേട്ടോ, ഇംഗ്ലീഷ് മീഡിയം. അപ്പോൾ ഫസ്റ്റ് 2.5 മണിക്കൂറാണ് ഉണ്ടാവുക. സ്കോർ 80ലാണ് മാർക്ക് കേട്ടോ. ഓക്കെ, പിന്നെ 15 മിനിറ്റ് കൂൾ ഓഫ് ടൈമാണ്. ആ ടൈമിൽ നിങ്ങൾ ക്വസ്റ്റ്യൻസ് നന്നായി ആൻസർ മനസ്സിലാക്കുക, വായിച്ച് മനസ്സിലാക്കുക കേട്ടോ. പിന്നെ ആൻസർ ഓൾ ക്വസ്റ്റ്യൻസ് പാർട്ട് എയിലുള്ള എല്ലാ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യുക. ആൻസർ എനി വൺ ഫ്രം ദ ക്വസ്റ്റ്യൻ ഗിവൺ അണ്ടർ ഈച്ച് ക്വസ്റ്റ്യൻ ഇൻ പാർട്ട് ബിയിലുള്ള ഓരോ ക്വസ്റ്റ്യനിലും രണ്ടായാലും ഓർന്ന് കൊടുത്തിട്ടുള്ളവർ അതിലേതെങ്കിലും ഒന്ന് ചെയ്യുക കേട്ടോ. ഓക്കെ, ദെൻ പാർട്ട് എ, ഐഡൻറ്റിഫൈ ദ ലാർജസ്റ്റ് ഓയിൽ ഫീൽഡ് ഇൻ ഇന്ത്യ. ഏതാണ് ഓയിൽ ഫീൽഡ്? ലാർജസ്റ്റ് ഓയിൽ ഫീൽഡ് ഇൻ ഇന്ത്യ മുംബൈ ആണ്. ദെൻ നെക്സ്റ്റ് എന്താണ് നോക്കൂ. ഹു വാസ് ദ പ്രസിഡൻറ്റ് ഓഫ് ദ ലാഹോർ സെഷൻ ഓഫ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഹെൽഡ് ഇൻ 1929? ആരാണ്? ജവഹർലാൽ നെഹ്റു അല്ലേ. ദെൻ നെക്സ്റ്റ് എന്താണെന്ന് നോക്കിയാൽ, ഐഡൻറ്റിഫൈ ദ ഇൻസ്റ്റിറ്റ്യൂഷൻ കോൺസ്റ്റിറ്റ്യൂട്ടഡ് അറ്റ് നാഷണൽ ലെവൽ ടു പ്രിവെൻറ്റ് കറപ്ഷൻ. ഏതാണ്? ലോക്പാലാണ് അല്ലേ. ഏതാണ്? ലോക്പാൽ. ദെൻ നെക്സ്റ്റ് എന്താണ്? ദ നമ്പർ ഓഫ് പീപ്പിൾ പെർ സ്ക്വയർ കിലോമീറ്റർ ഏരിയ എന്താ അറിയപ്പെടുന്നത്? എന്താണ്? ഡെൻസിറ്റി ഓഫ് പോപ്പുലേഷൻ കേട്ടോ. എന്താണ്? ഡെൻസിറ്റി ഓഫ് പോപ്പുലേഷൻ. ദ നെക്സ്റ്റ്, വിച്ച് among the following is a peculiarity of winter season in India? ഏതാണ്? വെസ്റ്റേൺ ഡിസ്റ്റർബൻസ് ആണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് എന്താണ്? ഇലൂസിഡേറ്റ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ദ സ്റ്റഡി ഓഫ് സോഷ്യോളജി. എന്താ സ്റ്റഡി ഓഫ് സോഷ്യോളജിൻ്റെത്? നോക്കൂ. Importance of the study of sociology. It helps to formulate the right perspective of society. It helps to know the relation between the individual and the social institution. Studies social problems precisely. Helps to find solutions for social problem. Provides guidance to social welfare measures by conducting studies on the backward sections, the exploited, and people who have faced discrimination and oppression. Benefits social planning and development. And next, the 7th question നോക്കുക. Write any 3 features of a bureaucracy. 3 ഫീച്ചർ ചെയ്താലും പറഞ്ഞിരിക്കുന്നത് അല്ലേ? 3 3 ഫീച്ചേഴ്സ്. ഓക്കെ, അപ്പോൾ 3 ഫീച്ചേഴ്സ് ഓഫ് എ ബ്യൂറോക്രസി എന്താണ്? ഹയറാർക്കിക്കൽ ഓർഗനൈസേഷൻ. എന്താണ് ബ്യൂറോക്രസി? is organized as one employee at the top and more members in the lower level. Appointment on the basis of qualification. Appointment of the employees on the basis of educational qualification. Permanent employment till the age of retirement. Political neutrality, liable to become neutral and to implement government's policies of whichever party comes to power. Professionalism. Every government employee must be skilled in their work. Okay, then next എന്താണ്? 8th question. Prepare a short note on Eastern Highland. ഈസ്റ്റേൺ ഹൈലാൻഡിൻ്റെ ഷോർട്ട് നോട്ട് പ്രിപ്പയർ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. അപ്പോൾ എന്താണെന്ന് നോക്കാം നമുക്ക്. At an altitude of 500 to 3000 meter, also known as a Purvachal. പിന്നെന്താണ്? ചിറാപുഞ്ചി. The place receiving the highest rainfall in the world is situated here. പിന്നെ covered by dense tropical rainforest. Okay, then 9th question എന്താണെന്ന് നോക്കിയാൽ, explain the major cropping season in India. എന്താണ്? The cropping season ഖാരിഫ്, റാബി, സെയ്ദ് അല്ലേ. അപ്പോൾ അതിൽ ഖാരിഫിൽ എന്താണ്? സോവിങ് പീരീഡ് ജൂൺ അല്ലേ. ഓൺസെറ്റ് ഓഫ് മൺസൂൺ. ഹാർവസ്റ്റിംഗ് പീരീഡ് ഏർലി നവംബർ, എൻഡ് ഓഫ് മൺസൂൺ. പിന്നെ മേജർ ക്രോപ്പ് റൈസ്, മെയ്സ്, മില്ലറ്റ്, കോട്ടൺ, ജൂട്ട്, ഷുഗർ കെയിൻ, ഗ്രൗണ്ട് നട്ട്. ദെൻ റാബി അതിൻ്റെ സോവിങ് പീരീഡ് നവംബർ, ബിഗിനിങ് ഓഫ് വിൻ്റർ അല്ലേ. ഹാർവസ്റ്റിംഗ് പീരീഡ് മാർച്ച്, ബിഗിനിങ് ഓഫ് സമ്മർ. മേജർ ക്രോപ്പ് എന്തൊക്കെയാണ്? വീറ്റ്, ടുബാക്കോ, മസ്റ്റാർഡ്, പൾസസ് അല്ലേ. ദെൻ സെയ്ദ് എന്താണ്? സോവിങ് പീരീഡ് മാർച്ചാണ്, ഹാർവസ്റ്റിംഗ് പീരീഡ് ജൂണാണ്. മേജർ ക്രോപ്പ് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾ അല്ലേ. ജൂൺ പറയുമ്പോൾ ബിഗിനിങ് ഓഫ് മൺസൂണാണ്, മാർച്ച് ബിഗിനിങ് ഓഫ് സമ്മർ അല്ലേ. പിന്നെ അവിടുത്തെ ക്രോപ്സ് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിളാണ് ചെയ്തിൻ്റെ അല്ലേ. ദെൻ നെക്സ്റ്റ് 10th ക്വസ്റ്റ്യൻ എന്താ നോക്കും. ലിസ്റ്റ് 3 ഡിഫറെൻറ്റ് ലെവൽസ് ഓഫ് ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെൻറ്റ്. 3 ഡിഫറെൻറ്റ് ലെവൽസ് ഓഫ് ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെൻറ്റ്. അതായത് ഇൻഡിവിജ്വൽസ് ടേക്ക് എഫോർട്ട് ടു ഡെവലപ്പ് ദെയർ ഓൺ സ്കിൽ. Family creates an environment for the development of the potential of the individual. Various institutions and agencies provide facilities for education and training. Nation provides the necessary facilities to develop the skills. ഇനി 11th എന്താണ് നോക്കിയാൽ? എന്താണ് 11th?
ലിസ്റ്റ് 3 ഡിഫറെൻറ്റ് ലെവൽ ഓഫ് ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെൻ്റ് ആണ് അല്ലേ. അപ്പോൾ the circumstances that led to the linguistic reorganization of state in India. There were many princely states with people speaking different language. There were demands from different parts of India for the formation of states on the basis of languages. In 1920, the Nagpur session of INC resolved to form its state committee on the basis of language. Agitation for states based on language widespread. Potti Sriramulu died after 58 days of fasting for the formation of Andhra Pradesh of our Telugu people. Andhra Pradesh came into existence in 1953 for Telugu speaking people. Okay, the next 12th question okay. Mention the aspect a consumer expect while purchasing product and using services. Quality, reliability, fair price after സെയിൽ സർവീസ് ഡ്യൂറബിലിറ്റി. ഓക്കെ, ദെൻ നെക്സ്റ്റ് 13th ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കിയാൽ എന്താണ് റൈറ്റ് ഷോർട്ട് നോട്ടാണ് ചമ്പാരൻ സത്യാഗ്രഹ പിന്നെ കേദ സത്യാഗ്രഹ അതിൻ്റെയൊക്കെ ഷോർട്ട് നോട്ട് എഴുതാൻ പറഞ്ഞിട്ടുണ്ടല്ലേ. അപ്പോൾ നോക്കാം ചമ്പാരൻ സത്യാഗ്രഹം നോക്കൂ. ദ സ്ട്രഗിൾ ഓഫ് ദി ഇൻഡിഗോ ഫാമേഴ്സ് ഇൻ ചമ്പാരൻ വിച്ച് വാസ് ടുക്ക് പ്ലേസ് ഇൻ 1917. ഗാന്ധിസ് ഇൻവോൾവ്മെൻറ്റ് ഇൻ ദ problem of the indigo farmer in Champaran compelled the authorities to pass laws in favor of the indigo farmers. Gandhi worked for the progress of Champaran region by establishing primary schools, initiating medical aids and introducing cleaning activities. Keda Satyagraha എന്താണ് peasant struggle in Keda in 1918. Owing to the drought and crop failure, farmers in Keda were living in utter misery. The rulers decided to collect tax from these poor villages. Starting Satyagraha, Gandhiji protested against that decision and advised the people not to pay tax. Consequently, the authorities were forced to reduce tax rates. Okay. Then next 14th question എന്താ നോക്കൂ മക്കളെ. എന്താണ് explain this 14 arrange the items in column B appropriate in column A. Match the following അല്ലേ. അപ്പോൾ എന്താണ് മാച്ച് ദ ഫോളോയിങ് തന്നിരിക്കുന്നത് എന്താണെന്ന് നോക്കാം നമുക്ക്. അത് ഏതാണ് കറക്റ്റ് എന്നുള്ളത് നമ്മൾ ഇതാണ് വേണ്ടത്. കൊടി മലയാളികൾ അതേതാണ് EMS നമ്പൂതിരിപ്പാട് അല്ലേ. നിവർത്തന പ്രക്ഷോഭം ഏതാണ് SC കേശവനാണ്. മലയാളി മെമ്മോറിയൽ എന്താണ് ബാരിസ്റ്റർ GP പിള്ളയാണ്. ഈഴവ മെമ്മോറിയൽ ഡോക്ടർ പൾട്ടു ആണ് കേട്ടോ. ഓക്കെ, ദെൻ നെക്സ്റ്റ് എന്താണെന്ന് നോക്കിയാൽ മാർക്ക് ആൻഡ് ലേബൽ ദ ഗിവൺ ജിയോ ഇൻഫോർമേഷൻ ഇൻ ദ ഔട്ട്ലൈൻ മാപ്പ് ഓഫ് ഇന്ത്യ പ്രൊവൈഡഡ്. റിവർ ഗോദാവരി എന്താണ് വെസ്റ്റേൺ ഗാറ്റ്, ചെന്നൈ പോർട്ട്, പിന്നെന്താണ് കാഞ്ചി പെനിൻസുല അത് അടയാളപ്പെടുത്താൻ പറഞ്ഞിരിക്കുന്നത്. എവിടെയാണ് കാഞ്ചി പെനിൻസുല അതവിടെ, പിന്നെ ഗോദാവരി ഇതത്, പിന്നെ വെസ്റ്റേൺ ഗാറ്റാണിത്, പിന്നെ ചെന്നൈ പോർട്ട്. ഓക്കെ, ദെൻ നെക്സ്റ്റ് പാർട്ട് ബി ആണ്. എക്സ്പ്ലെയിൻ ദ റോൾ ഓഫ് എ രാജാറാം മോഹൻ റോയ് ഇൻ ദ ഫീൽഡ് ഓഫ് എ സോഷ്യൽ റിഫോം ഇൻ ഇന്ത്യ. അല്ലെങ്കിൽ എന്താണ് വാട്ട് വർ ദ റീസൺ ഫോർ ദ ഡിക്ലൈൻ ഓഫ് ഇന്ത്യൻ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി ഡ്യൂറിങ് ദ ബ്രിട്ടീഷ് റൂൾ. അപ്പോൾ നമുക്ക് രണ്ട് ഞാൻ പറയാം, അതിലേതെങ്കിലും ഒന്ന് നിങ്ങൾ എഴുതിയാൽ മതി കേട്ടോ. എന്താണ് രാജാറാം മോഹൻ റോയിൻ്റെ നോക്കൂ. പയനിയർ among the reformers, opposed to social evils, caste system and sati. Established Brahma Samaj in Bengal, propagated the idea of a unified Indian society, advocated for the right of women to own property. അല്ലെങ്കിൽ മറ്റേ എന്താ റീസൺ ഫോർ ദ ഡിക്ലൈൻ ഓഫ് ഇന്ത്യൻ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി ഡ്യൂറിംഗ് ദ ബ്രിട്ടീഷ് റൂൾ. ലാർജ് സ്കെയിൽ ഇമ്പോർട്ട് ഓഫ് the machine made textile from Britain, expansion of railways, export of law material, implementation of higher tax on Indian textiles which exported to Britain, exploitation and torture of the British officer. The next is 17th എന്താണ് നോക്കിയ ക്വസ്റ്റ്യൻ. മെൻഷൻ ദ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് ഓഫ് എ സ്പ്രിംഗ് സീസൺ. എന്താണ് ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് ഓഫ് എ സ്പ്രിംഗ് സീസൺ? ബിറ്റ്വീൻ March 21 and June 21, the season of transition from winter to summer, sprouting of plants, blooming of mango trees and bearing buds on jackfruit trees. അല്ലെങ്കിൽ ഏതാ ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത്? വാട്ടർ സൈക്ലോൺസ്, കമ്പയർ ദ സൈക്ലോൺസ് ഓഫ് നോർത്തേൺ ഹെമിസ്ഫിയർ ആൻഡ് സൗത്തേൺ ഹെമിസ്ഫിയർ. അപ്പോൾ എന്താണ് cyclones are caused by the formation of a low atmospheric pressure at the center surrounded by high temperature region. Strong world winds blow towards such low pressure centers from the surrounding high pressure areas. Due to the Coriolis effective wind blow in the anti-clockwise direction in the northern hemisphere and the clockwise direction in the southern hemisphere. Okay, next 18th എന്താണ്? How did
This certification of kings and sepoys led to the revolt of 1857. This certification of kings, in addition to doctrine of lapse, the princely states were accused of an inefficient rule and were annexed by the British. Miseries of the sepoys, poor salary and abuse by the British. The rumor that the cartridges in the newly supplied Enfield rifles were greased with the fat of cows and pigs provoked them. They were unwilling to use the new cartridges and were punished by the officer. The next എന്താണ് അതിൽ ഓർമ്മ പറഞ്ഞിട്ട് തന്നിട്ടുണ്ട് ഒരു ക്വസ്റ്റ്യൻ കൂടി എന്താണ് മെൻഷൻ ദ സോഷ്യൽ ഈവിൾ അബോളിഷ്ഡ് ബൈ ദ ബ്രിട്ടീഷ് ത്രൂ ലെജിസ്ലേഷൻ ഇൻ ഇന്ത്യ. എന്താണ് social evils abolished by the British through legislation in India. Prevented marriage of girls below 12 years of age. Banned female infanticide. Abolished sati and slavery. Permitted widow remarriage. Prevented child marriage and polygamy. Okay. The next 19th question എന്താണ് prepare a note on modern trends in banking sector. എന്താണ് നോക്കൂ എന്താണ് electronic banking. Electronic banking is a method by which all banking transactions can be carried out through net banking and telebanking, anytime banking, anywhere banking, net banking and mobile banking and part of electronic banking. It does not need the assistance of employees and banking instruments. Only bank account and net banking facility are required for this. Customers can send money and bills can be paid anywhere in the world from home. Saves time, low service charge. The core banking എന്താണ് core banking is a banking facility under which the branches of all the banks are brought under a central server to enable bank transaction from one bank to another. It operates with the help of internet. As a result, facilities like ATM, debit card, credit card, telebanking and mobile banking are brought together. This made bank transactions simple. By using this facility, an individual can send money from his bank account to his friend's account elsewhere. Okay. Then next എന്താണ് ഈ ബാങ്കിങ്ങിൻ്റെ എവിടെയൊക്കെ ക്വസ്റ്റ്യൻസ് കണ്ടിട്ടുണ്ട് കേട്ടോ, നന്നായി പഠിക്കുക കേട്ടോ നിങ്ങൾ. ഓക്കെ, റിപ്പീറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണിത് ബാങ്കിങ്ങിൻ്റെ കേട്ടോ. ദെൻ അടുത്ത എന്താണ് ലിസ്റ്റ് ഔട്ട് ദ റീസൺ ഫോർ ആൻ ഇൻക്രീസ് ഇൻ ഇന്ത്യാസ് പബ്ലിക് ഡെപ്റ്റ്. എന്താണ് list the reason for the increase in India's public debt and the increased defense expenditure, increase in population, social welfare activities, developmental activities, urbanization, healthcare, expense for periodic elections to meet loss caused by natural calamities. Okay, then next എന്താണ് 20th question എന്താ നോക്കൂ. What are the factors that formulate civic consciousness? ഏത് ഫാക്ടേഴ്സ് ആണ് നോക്കൂ. Family, education, social system, association, media, democratic system, political system. അല്ലെങ്കിൽ ഏതാ ഇത് എഴുതുക അല്ലേ. അല്ലെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ എന്താ ചോദിച്ചിരിക്കുന്നത് നോക്കിയാൽ മെൻഷൻ ദ ഡിസ്ക്രിഷണറി ഫങ്ഷൻസ് ഓഫ് ദ സ്റ്റേറ്റ്. ഏതാണ് discretionary functions are those which have to implemented as per the economic condition of the state. Protection of health, provide educational facilities, implement welfare programs, provide transportation facilities. Okay, then 21 what is satellite remote sensor? How are satellites imageries prepared? എന്താണ് the process of collecting information using sensors fitted on artificial satellites is called satellite remote sensing. How are satellite imageries prepared? The sensors on artificial satellites distinguish objects on the Earth's surface based on their spectral signature and transmit the information in digital format to the terrestrial stations. These are analyzed with the help of computers and transformed into the images. These are called satellite imageries. Okay, then അല്ലെങ്കിൽ എന്താ വേറെ കൂടെ ചോദിച്ചിട്ടില്ലേ. അനലൈസ് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ് ആൻഡ് അനലൈസിങ് ദ റെഫറൻസ് ഗ്രിഡ്. ഈ ഗ്രിഡ് നന്നായി പഠിച്ചിട്ട് പോകാം കേട്ടോ. പല ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഈ ഗ്രിഡ് എന്താണെന്നുള്ളത് നന്നായി പഠിച്ചിട്ട് പോവാം. ലൊക്കേറ്റ് ദ ട്യൂബ് വെൽ യൂസിങ് 6 figure ഗ്രിഡ് റെഫറൻസ് മെത്തേഡ്. എവിടെയാണ് ചോദിച്ചിരിക്കുന്നത്? അപ്പോൾ എവിടെയാണ് നോക്കിയേ, ഇതാ 328873 അല്ലേ. 328873 3288
3288 എന്താണ് 73 അല്ലേ. Then identify the features represented by grid reference 314874. 314874 ഏതാണ് നോക്കൂ. 314874 സ്പ്രിംഗ് ആണ് അല്ലേ. നെക്സ്റ്റ് എന്താണ് ലൊക്കേറ്റ് ദ സെറ്റിൽമെൻറ്റ് യൂസിങ് 4 figure ഗ്രിഡ് റെഫറൻസ് മെത്തേഡ് ഏതാണ് നോക്കൂ. റെഫറൻസ് സെറ്റിൽമെൻറ്റ് 4 figure ഗ്രിഡ് റെഫറൻസ് 3286 അല്ലേ. പിന്നെ അടുത്ത ഒന്നും കൂടി തന്നിരിക്കുന്നത് എന്താണ് ഐഡൻറ്റിഫൈ ദ ഫീച്ചേഴ്സ് ഓഫ് റെപ്രസെൻറ്റഡ് ബൈ ദ ഗ്രീഡ് റെഫറൻസ് 3186 ദ ഗ്രേവ് ആണ് അല്ലേ. എന്താണ് ഗ്രേവ്. ഓക്കെ. ദെൻ നെക്സ്റ്റ് 22. വാട്ട് ആർ ദ മെത്തേഡ്സ് ഫോർ ഓവർകമ്മിങ് ദ ചാലഞ്ചസ് ഫേസ്ഡ് ബൈ സിവിക് കോൺഷ്യസ്നസ് ഏതാണ്. Each one should evaluate his activities critically, be the change which you expect from others. Equal weight should be given to both rights and duties. Individuals act democratically and tolerantly. Okay, then next എന്താണ് 22. എന്താ വേറെ വാട്ട് ആർ ദ തിയറീസ് റിലേറ്റഡ് ടു ദ ഒറിജിൻ ഓഫ് സ്റ്റേറ്റ് എന്ന് ചോദിച്ചിട്ടില്ല. ഏതാണ് ഡിവൈൻ റൈറ്റ് തിയറിൻ്റെ എന്താണ് സ്റ്റേറ്റ് ഇൻ ദ ക്രിയേഷൻ ഓഫ് ഗോഡ്. കിങ് ഈസ് ദ റെപ്രസെൻറ്റേറ്റീവ് ഓഫ് ഗോഡ്. കിങ് ഈസ് ആൻസറബിൾ ഓൺലി ടു ഗോഡ്. പിന്നെ എവല്യൂഷൻ തിയറി എന്താ സ്റ്റേറ്റ് ഈസ് എ പ്രോഡക്റ്റ് ഓഫ് ഹിസ്റ്ററി. ഇറ്റ് വാസ് ഫൗണ്ട് ബൈ സോഷ്യൽ എവല്യൂഷൻ. സോഷ്യൽ കോൺട്രാക്ട് തിയറി state came to existence as a result of a contract by the people. State was constituted for the fulfillment of human needs. The power theory state came into existence as a result of the establishment of power by the strong over the weak. Okay, the next 23 എന്താണ് നോക്കിയാൽ explain the main aims of cooperative banks. അത് ക്വസ്റ്റ്യൻ കണ്ടിട്ട് പഠിക്കുക. Explain the main aims of cooperative bank എന്താണ് aims to give monetary help to common people, especially villages like farmers, handicraftsmen and small scale industrialists, to promote saving habits among people, especially rural folks. പിന്നെന്താണ് provide loans to the public, protect the villages from the private money lenders, provide loan at low rate of interest. Then next എന്തായാലും ചോദിച്ചിരിക്കുന്നത് distinguish between surcharge and cess എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് സർചാർജ് എന്താണ് സെസ് എന്ന് ചോദിച്ചില്ല. എന്താണ് surcharge എന്ന് പറഞ്ഞാൽ surcharge is an additional tax on tax amount. This is imposed for a certain period of time. പിന്നെ യൂഷ്വലി സർചാർജ് is imposed as a given percentage on the income tax. The cess എന്താണ് cess is an additional tax for meeting some special purpose of government. Cess is withdrawn once sufficient revenue is collected. Education cess on income tax is an example. The purpose of this is development of educational facilities. Okay. Then 24th question എന്താ നോക്കിയാൽ distinguish between local time and standard time. Explain the importance of standard time. എന്താണ് local time the time estimated at each place based on the position of the sun is termed as a local time. 12 noon apex position of the sun. The importance of standard time എന്താണ് the local time would be different at each longitude. If we start calculating the local time at different places based on the longitude there, it would create a lot of confusion. To solve this the local time at the longitude that passes through the middle of a country is selected as the common time for the whole country. Each country in the world considers the longitude that passes almost through its middle as the standard meridian. The local time at the standard meridian is the standard time of that country. Okay, then next explain the formation of equatorial low pressure belt and the subtropical high pressure belt. Also mention the permanent wind between this belt. Formation of equatorial low pressure belt and the subtropical pressure belt. Mention the permanent wind between this belt, equatorial low pressure belt. This belt is situated between 5 degree north and 5 degree south latitudes. This is the zone where the sun rays falls vertically throughout the year. Hence air expands due to sun's heat and rises upon a massive scale. A subtropical high pressure belt എന്താണ് this belt lies 13 degree latitude in both the northern and southern hemisphere. The hot air ascending from the equatorial low pressure belt cools gradually and subsides at the subtropical zone due to rotation of the earth. The permanent wind between this belt, equatorial low pressure belt, the wind blows continuously towards the equatorial low pressure belt from the subtropical high pressure belt are known as trade wind. As these winds blow from the
the northeast in the northern hemisphere. They are known as a northeast trade winds, and winds blow from the southeast in the southern hemisphere. They are known as southeast trade winds. Okay. Then next 25th question എന്താണെന്ന് നോക്കിയാൽ എന്താണ് explain the circumstance that led to the formation of People's Republic China. Hints Republic Dr. Sun Yat-seനും റോൾ ഓഫ് എ Mao Zedong തന്നുണ്ട് അല്ലേ. അപ്പോൾ എന്താണെന്ന് നോക്കാം നമുക്ക്. എന്താണ് the circumstances that led to the formation of People's Republic of China, Republic of Dr. Sun Yat-sen. Dr. Sun Yat-sen and the Kuomintang Party. എന്താണ് Dr. Sun Yat-sen formed a Kuomintang Party in China. He gave importance to ideologies like nationalism, democracy and socialism. Dr. Sun Yat-sen and formation of a republic. എന്താണ് Kuomintang Party established a republican government in southern China under the leadership of Sun Yat-sen. പിന്നെന്താണ് he nullified the unjust treaties signed with the foreign countries and wanted to maintain equality with western countries. The Kuomintang Republic adopted measures for the progress of agriculture and industry. China received assistance from Russia. Formation of Chinese Communist Party. The Chinese Communist Party was formed and cooperated with the government of Sun Yat-sen. In a role of a Mao Zedong and People's Republic of China. In 1934, under the leadership of a Mao Zedong, a journey started from the Jiangxi in South China. The adventurous trip ended at Yan'an in northeast western China. Throughout the journey, they seized out agricultural land and villages from lords and distributed them among the farmers. Journey covered around 12,000 kilometers, so it is known as the Long March. Hence, Mao Zedong and the Communist Party became the symbol of struggle of the Chinese against foreign power. Chiang Kai-shek had to seek political asylum in Taiwan when the Red Army of Mao Zedong captured the center of a Kuomintang rule. China became the People's Republic of China on 1st October 1949 under Mao Zedong. Then next അതിലെന്താ വന്നിരിക്കുന്നത് ഓർമ്മ വന്നിട്ട് വേറൊരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. The conflict among the imperialist powers led to the outbreak of the First World War. Explain the causes of the First World War based on the given hint. Hint എന്താ military alliances, aggressive nationalism, imperialist crisis എന്നുണ്ടല്ലേ. അപ്പോൾ നോക്കൂ എന്താ നമുക്ക് ആൻസർ ചെയ്താൽ causes of First World War. Military alliances. The competition among the colonial power led to conflict. It caused mutual distrust and enmity. This led to signing of military alliances. Triple alliance: Germany, Austria, Hungary, Italy. Triple China, England, France, Russia. The formation of such alliance created war atmosphere in Europe. They started manufacturing and buying most destructive weapons. Aggressive nationalism. Aggressive nationalists consider their own nation as the supreme and they justified whatever be the actions of their nations. They used it to invade other countries. Movements based on aggressive nationalism: Pan-Slav movement, Pan-German movement, revenge movement. Then Pan-Slav movement, Russia formed. Russia wanted to unite the Slavic people of Serbia, Bulgaria and Greece under them. പിന്നെ Pan-German movement in the Germany formed. Germany wanted to unite Teutonic people under them to establish dominance in Europe and the Balkan region. Revenge movement. The France formed. France had wanted to recapture the Alsace-Lorraine from Germany. പിന്നെ എന്താണ് imperialist crisis, Moroccan crisis, Balkan crisis, Moroccan crisis. Britain recognized the Moroccan crisis and Britain recognized the claim of France over Morocco based on the treaty signed between Britain and France in 1904, but it opposed by Germany. So France agreed to transfer a part of French Congo to Germany. Germany agreed to transfer Morocco to France in return. This problem solved temporarily, but rivalry continued. In the Balkan crisis and the Balkan League, Greece, Bulgaria, Serbia and Montenegro occupied the Balkan region in Europe from Ottoman Empire in 1912. The rivalry started when
Austria claimed over this region with the support of Germany. Serbia also claimed it with the support of Russia. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ നിങ്ങളെ ക്വസ്റ്റ്യൻസ് കേട്ടോ. അപ്പോൾ നന്നായി പഠിക്കുക, നന്നായി എന്താക്കുക ആൻസർ ചെയ്യുക കേട്ടോ. ഓരോ പോയിൻറ്റുകളൊന്നും വിടാതെ തന്നെ നിങ്ങൾ എന്താക്കുക ആൻസർ ചെയ്യുക, നന്നായി പഠിച്ച് മനസ്സിലാക്കുക കേട്ടോ. ഓക്കെ, താങ്ക് യു.